നെല്ലിയാമ്പതിയിലെ കരുണ എസ്റ്റേറ്റിനോട് ഉമ്മൻചാണ്ടി സർക്കാർ കാട്ടിയ കരുണ രാഷ്ട്രീയ രംഗത്ത് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഭൂമിയുടെ ഉടമസ്ഥത പോപ്സിനോ സർക്കാരിനോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിലിരിക്കെയാണ് ഇതെല്ലാം മറികടന്നുകൊണ്ട് കരം സ്വീകരിക്കാനുള്ള സർക്കാരിൻ്റെ ഉത്തരവ്. അധികാരമൊഴിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സർക്കാർ എടുത്ത ഈ തീരുമാനം നെല്ലിയാമ്പതിയിലെ വനമേഖലയെ സാരമായി തന്നെ ബാധിക്കും. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച നെല്ലിയാമ്പതിക്ക് കേരളത്തിന്റെ പരിസ്ഥിതി ഭൂപടത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണുള്ളത്. പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന ഈ സുന്ദരഭൂമി അപൂർവ സസ്യജന്തുജാലം കൊണ്ട് സമ്പന്നമാണ്. കാട് മൂടിക്കിടക്കുന്ന പർവ്വത ശിഖരങ്ങൾ നിരവധി പുഴകളുടെയും നീർച്ചാലുകളുടെയും ഉത്ഭവ കേന്ദ്രമാണ്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണത്. പശ്ചിമഘട്ടത്തെ പറ്റി ഗാഡ്ഗിൽ പറയുന്നത് അത് ഒരു കന്യാകുമാരി മുതൽ താപ്തി വരെ ഒരു ജലഗോപുരം പോലെ ഇങ്ങനെ തെക്കുടക്ക് നിൽക്കുന്നതുമാണ്. അതിൻ്റെ ഭാഗമാണ് ഈ നെല്ലിയാമ്പതി. അപ്പോൾ ഒരുപാട് 6 സംസ്ഥാനങ്ങളിലെ നദികൾ ഉത്ഭവിക്കുന്നത് ഈ പശ്ചിമഘട്ട പർവ്വതനിരകൾ അതിൻ്റെ ഒരു ഭാഗമാണ്. ഈ പ്രദേശത്തുള്ള ചാലക്കുടി പുഴ, ഭാരതപ്പുഴ, ഈ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് നെല്ലിയാമ്പതിയിൽ നിന്നാണ്. ബ്രിട്ടീഷുകാർ കാടുവെട്ടിത്തിരിച്ചുണ്ടാക്കിയ തോട്ടങ്ങളാണ് നെല്ലിയാമ്പതിയുടെ മേൽപ്പരപ്പിൽ വലിയൊരു ഭാഗം. തേയില, കാപ്പി തോട്ടങ്ങൾ. റവന്യൂ, വനം വകുപ്പുകളിലെ ഊർജ്ജസ്വലരായ ചില ഉദ്യോഗസ്ഥരുടെ ആത്മാർത്ഥമായ പരിശ്രമം മൂലം ലീസ് കാലാവധി കഴിഞ്ഞ കുറേ തോട്ടങ്ങൾ സർക്കാരിൻ്റെ അധീനതയിലെത്തിയിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള തോട്ടങ്ങൾ കൈക്കലാക്കാനുള്ള സ്വകാര്യ വ്യക്തികളുടെയും കമ്പനികളുടെയും ഗൂഢനീക്കങ്ങൾക്ക് സർക്കാർ തന്നെ കുടപിടിക്കുകയാണ്. ഇതാണ് പോപ്സ് ഗ്രൂപ്പിന്റെ കൈവശമുള്ള കരുണ എസ്റ്റേറ്റിന്റെയും സ്ഥിതി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ടു മുമ്പാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഈ എസ്റ്റേറ്റിന്റെ കരം സ്വീകരിക്കാൻ ഉത്തരവിട്ടത്. കരം സ്വീകരിക്കുന്നത് ഉടമസ്ഥരിൽ നിന്നാണ്. അതുതന്നെയാണ് സർക്കാർ ലക്ഷ്യമിടുന്നതും. പോണ പോക്കിൽ കിട്ടുന്നത് മുഴുവൻ പോരട്ടെ എന്ന സ്ഥിതി. വളരെ ആസൂത്രിതമായാണ് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും അടക്കമുള്ളവർ ഇതിനുവേണ്ടി കരുക്കൾ നീക്കിയത്. എന്നാൽ KPCC പ്രസിഡന്റ് VM സുധീരൻ ഇതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് അവർക്ക് തിരിച്ചടിയായി. ഇത്ര പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സാങ്കേതികമായ പ്രശ്നങ്ങളെക്കാൾ ഉപരിയായി ജനങ്ങളുടെ മനസ്സിൽ ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള സന്ദേഹങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് ഈ കരം അടയ്ക്കുന്നതിന് അവർക്ക് അവസരം നൽകുന്ന ഉത്തരവ് പൂർണ്ണമായി തന്നെ പിൻവലിക്കുന്നതായിരിക്കും ഉചിതം. സുധീരന്റെ എതിർപ്പിനെ തുടർന്ന് ചേർന്ന മന്ത്രിസഭാ യോഗവും ഉത്തരവ് പിൻവലിക്കേണ്ടതില്ല, നേരിയ ഭേദഗതി കൊണ്ടുവന്നാൽ മതി എന്ന തീരുമാനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു തർക്ക വിഷയമായി വന്ന സ്ഥിതിക്ക് ഈ ഓർഡറിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. കോടതിയുടെ ഇത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനം വന്നതിന് ശേഷം മാത്രമേ കരം സ്വീകരിക്കത്തുള്ളൂ. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ജിയോയിലുള്ള 4ാമത്തെ കണ്ടീഷനും കഴിഞ്ഞാലേ കരം മേടിക്കത്തുള്ളൂ. മറ്റേ നേരത്തെയുള്ള ഓർഡറിൽ ഇതാണ് വ്യത്യാസം. 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ കരം സ്വീകരിക്കും. 4ാമത്തത് അവർ വാങ്ങിക്കോണം. വാങ്ങിയില്ലെങ്കിൽ ഇതെല്ലാം റിവേഴ്സ് ചെയ്യും. ഇതായിരുന്നു ആദ്യത്തെ ഓർഡർ. അതിപ്പം മാറ്റി കോടതിയുടെ അന്തിമമായ തീരുമാനം കൂടെ വന്നാലേ, അപ്പോൾ അതും ഈ ജിയോയ്ക്കകത്തുള്ളതാണ്. പക്ഷേ ആ ജിയോയ്ക്ക് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു ഈ കോടതിയുടെ വിധിയുടെ സംഘടന. അതിപ്പം കോടതി വിധിയുടെ കഴിഞ്ഞ് മതി. അപ്പം പിന്നെ യാതൊരുവിധ സംശയങ്ങൾക്കും ഇതുണ്ടാവില്ല. 833 ഏക്കർ വിസ്തൃതിയുള്ള കരുണ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥത സംബന്ധിച്ച തർക്കം ഏറെക്കാലമായി കോടതിയിലാണ്. ഇതിനിടയിലാണ് കരമൊടുക്കാൻ അനുവദിക്കണമെന്ന കമ്പനിയുടെ ആവശ്യത്തിനുമേൽ അധികാരമൊഴിയാനുള്ള അവസാന മണിക്കൂറുകളിൽ സർക്കാരിന്റെ അനുകൂല തീരുമാനം. പോപ്സിന്റെ കയ്യിലുള്ളത് സർക്കാരിൽ നിക്ഷിപ്തമാക്കേണ്ട ഭൂമിയാണെന്ന്
2014 റവന്യൂ വകുപ്പ് നിയോഗിച്ചതനുസരിച്ച് അന്വേഷണം നടത്തിയ ലാൻഡ് ബോർഡ് സെക്രട്ടറി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇക്കാര്യം നിയമസഭയിലും വ്യക്തമാക്കിയതാണ്. ഇത് അവഗണിച്ചുകൊണ്ടാണ് സർക്കാർ നടപടി. പാടഗിരി പോലീസ് സ്റ്റേഷനിൽ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ക്രൈം നമ്പർ 417/2015 ഭൂമിയാണിത്. ഇത് IPC പ്രകാരവും ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരവും കേസെടുത്ത് പ്രോസിക്യൂഷൻ നടപടി ആരംഭിച്ച കേസാണിത്. മാത്രവുമല്ല, ഈ ഭൂമി ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണ് എന്ന് കൃത്യമായി എൻ്റെ അടിയന്തര പ്രമേയത്തിന് ശേഷം ഗവൺമെൻറ് രൂപീകരിച്ച കേരളത്തിലെ റവന്യൂ ബോർഡ് സെക്രട്ടറി ലാൻഡ് ബോർഡ് മേരിക്കുട്ടി IAS അവർ നടത്തിയ അന്വേഷണത്തിൽ ഈ ഭൂമി ഭൂപരിഷ്കരണ നിയമപ്രകാരം ഗവൺമെൻറ്റിൽ അവകാശപ്പെട്ടതാണെന്ന് സ്ഥാപിച്ച റിപ്പോർട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മേനിപ്പുലേറ്റ് ചെയ്ത റവന്യൂ വകുപ്പിലെയും സർവേ വകുപ്പിലെയും ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണം, ശിക്ഷാ നടപടിയെടുക്കണം എന്ന് 7/10/2014 റിപ്പോർട്ട് കൊടുത്തിട്ട് 7/10/2014 ശേഷം ഇപ്പോൾ 2 കൊല്ലം തികയാറായി. ഒരു നടപടിയും ഗവൺമെൻറ് എടുത്തില്ലെന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോപ്സൺ കൊടുത്ത കേസിന് അനുകൂലമായ നിലപാടാണ് ഗവൺമെൻറ് എടുത്തത്. ഇപ്പോൾ പോപ്സൺ കൊടുത്ത കേസ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോക്ക് വരവ് ചെയ്ത് കിട്ടണം, ഞങ്ങൾക്ക് NOC കിട്ടണമെന്നുള്ളതാണ്. അത് കൊടുക്കണമെന്ന് ഗവൺമെൻറ് ക്യാബിനറ്റ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ കേസ് പിൻവലിക്കാം, പോപ്സൻ്റെ കേസ് പിൻവലിക്കാം. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നുണ്ട് കേസിൻ്റെ അവസാനം നോക്കി നമുക്ക് തീരുമാനിക്കാം. കേസ് ഉണ്ടാവില്ലല്ലോ, പിന്നീട് ഈ അവസാനം വരുന്നത്. സർക്കാർ ഭൂമി കൈവശം വയ്ക്കുന്നവർ നികുതി അടയ്ക്കാൻ അനുമതി ആവശ്യപ്പെട്ട് സമർപ്പിച്ച 4000-ഓളം കേസുകൾ ഹൈക്കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കാര്യം KPCC പ്രസിഡന്റ് തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കരുണ മോഡൽ വ്യാപകമായാൽ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി സർക്കാരിന് നഷ്ടപ്പെടും. സുധീരന്റെ എതിർപ്പ് തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്നവരുടെ വാദം. എന്തായാലും പ്രശ്നം കോൺഗ്രസ് ഹൈക്കമാൻഡ് വരെ എത്തി. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അവസരത്തിൽ ഇത്തരം ഒരു നീക്കം ഗവൺമെൻറ്റിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ അത് തികച്ചും നിയമവിരുദ്ധമാണ്. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. നല്ല അഴിമതി ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടുണ്ടാവും. ഗവൺമെൻറ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, പാർട്ടിയും മുന്നണിയും. ഈ അവസരത്തിൽ ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള തീരുമാനം എടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. പ്രത്യേകിച്ചും നെല്ലിയാമ്പതി അടക്കമുള്ള വിഷയങ്ങൾ എത്രയോ അധികം കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ യാതൊരു അവധാനതയും ഇല്ലാതെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഗ്രേസിന് മങ്ങലേൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ ബോധപൂർവമാണ് മുഖ്യമന്ത്രി ഈ മാനിപ്പുലേഷൻ നടത്തിയത്. കാരണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേസ് പിൻവലിക്കാൻ പോകുമായിരുന്നു. കേസ് പിൻവലിച്ച് കഴിഞ്ഞാൽ പിന്നെ കേസില്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് അവരുടെ ഭൂമി അവരുടെ കയ്യിലായി. സർവേ പ്രകാരം ഇത് റവന്യൂ ഭൂമിയല്ല, അതുപോലെ തന്നെ ഫോറസ്റ്റ് ഭൂമിയല്ല എന്നൊരു റെക്കോർഡും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ മേരിക്കുട്ടി നടത്തിയ അന്വേഷണത്തിൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മേരിക്കുട്ടി നടത്തിയ റിപ്പോർട്ട് ഇത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണെന്ന് പറയുക. ഗവൺമെൻറ് റവന്യൂ വകുപ്പിലെ ചില ആൾക്കാർ പറയുക ഇത് ഗവൺമെൻറ്റിൻ്റെ ഭൂമി അല്ല എന്ന് പറയുക. അഡ്വക്കേറ്റ് ജനറൽ ഒരു ദിവസം പറയുക ഇത് കരുണ എസ്റ്റേറ്റിൻ്റെ ഭൂമിയാണെന്ന്. അതേ അഡ്വക്കേറ്റ് ജനറൽ കോടതി കൊടുക്കുക ഇത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണെന്ന് പറയുക. ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി പറയുക ഇത് റവന്യൂ ഭൂമി അല്ല, ഫോറസ്റ്റ് ഭൂമിയല്ല, ഇത് സ്വകാര്യ ഭൂമിയാണെന്ന്. നിയമസഭയിൽ നടത്തിയ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുക ഇത് ഫോറസ്റ്റ് ഭൂമിയാണെന്ന്. അപ്പോൾ ഈ രൂപത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ നടക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ എത്രയോ ഭൂമി തിരിമറികൾ ഇവിടെ നടന്നു. ആ നടന്ന ഭൂമിയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു ഭൂമിയാണിത്.
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന സമയത്ത് ഞങ്ങൾ 5 പ്രധാനപ്പെട്ട എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തു. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായതാണ്. അപ്പോഴത്തേക്കാണ് ഈ ഗവൺമെൻറ് വരുന്നത്. എസ്റ്റേറ്റ് ഉടമകളൊക്കെ സ്റ്റേ ചെയ്യിപ്പിച്ചു. എന്നാൽ ഒരു അർജൻസി പെറ്റീഷൻ കൊടുത്ത് സ്റ്റേ വെക്കേറ്റ് ചെയ്യിപ്പിക്കണ്ടേ? ഈ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിൽ നിന്ന് ഇന്നേ വരെ ഒരു കേസ് സ്റ്റേ വെക്കേറ്റ് ചെയ്യിപ്പിക്കുന്നതിനുള്ള നടപടി എടുത്തിട്ടില്ല. കോൺഗ്രസുകാർ തമ്മിലും ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുമുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ വേഗം തീരും. പക്ഷേ സർക്കാരിൻ്റെ ഇത്തരം തീരുമാനങ്ങൾ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച കേസുകളിൽ നിർണായകമാണ്. 1869 കരുണ എസ്റ്റേറ്റ് അടക്കമുള്ള ഭൂമി കൊല്ലങ്കോട് വെങ്ങുനാട് കോവിലകം ഒരു ബ്രിട്ടീഷ് പൗരന് 75 വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയത്. പാട്ടക്കാലാവധി അവസാനിച്ച 1964 തന്നെ രാജാവ് മരിക്കുകയും അനന്തരാവകാശികൾ തമ്മിൽ തർക്കമുണ്ടാവുകയും ചെയ്തു. ഈ അവസരത്തിൽ തന്നെ ഭൂപരിഷ്കരണ നിയമപ്രകാരം ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമായതാണെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 1965 രാജാവിൻ്റെ മകൻ പാട്ടം പുതുക്കിയത്രേ. ഏതായാലും നിരവധി കൈമാറ്റങ്ങൾക്ക് ശേഷമാണ് എസ്റ്റേറ്റ് പോപ്സ് ഗ്രൂപ്പിൻ്റെ കൈവശമെത്തിയത്. കേസിൻ്റെ നിർണായക ഘട്ടങ്ങളിലെല്ലാം കമ്പനിയെ സഹായിക്കുന്ന സർക്കാർ തീരുമാനങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇത് സർക്കാർ ഭൂമിയാണ് എന്ന സത്യവാങ്മൂലം ഇപ്പോൾ കോടതി പരിഗണിക്കാൻ ഇരിക്കുമ്പോഴാണ് പുതിയ ഉത്തരവ്. അവരുടെ പണം, അവരുടെ സ്വാധീനം, അവരുടെ മാടമ്പിത്തം ഇതൊക്കെ കൊണ്ടാണ് ഈ ഗവൺമെൻറ്റുകളൊക്കെ അവർക്ക് അനുകൂലം. പിന്നെ തൊഴിലാളികളെ പിരിച്ചുവിടുന്നുണ്ട്. ഇപ്പം തൊഴിലാളികളെ ഇളക്കി വിട്ടിട്ട് തൊഴിലാളി പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഈ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതിനെതിരായിട്ട് അങ്ങനെയുള്ള സമരം നടക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ ഇവർ വക്കീലായിരുന്നു, മനസ്സിലായി. മുൻ സർക്കാരിൻ്റെ കാലത്ത് ഇവർ അഡ്വക്കേറ്റായിരുന്നു. ഈ ദണ്ഡപാണി എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി വാദിച്ചിരുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ രാജു ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു DFO, മുൻപുണ്ടായിരുന്നൊരു DFO, അയാളിപ്പോൾ ലൈസൻസ് ഓഫീസറായിട്ട് ഹൈക്കോടതിയിൽ വെച്ചിരിക്കുകയാണ്. അയാളാണ് ഇപ്പോൾ ഈ ക്രമക്കേടുകൾക്കൊക്കെ നിർണായകമായി പങ്കുവഹിച്ചത് അയാളാണ്. അപ്പോൾ ഈ കോടതിയിൽ അവതരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകളൊന്നും കോടതിയിൽ ഹാജരാക്കാതിരിക്കുക, വേണ്ട രീതിയിൽ കേസ് തോറ്റു കൊടുക്കാമെന്ന് പറയില്ലേ, അതാണ് നമ്മുടെ ഈ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. റബ്ബർ ടാപ്പിങ്ങിലെ ഒരു രീതിയാണ് കടുംവെട്ട്, സ്ലോട്ടർ ടാപ്പിംഗ്. പ്രായമായി മുറിക്കാനാവുന്ന റബ്ബർ മരങ്ങൾ ആകാവുന്നിടത്തെല്ലാം പോറലുണ്ടാക്കി പരമാവധി റബ്ബർ പാലൂറ്റുന്ന രീതി. ഉമ്മൻചാണ്ടി സർക്കാർ കടുംവെട്ട് വെട്ടാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളായി. കുമരകം മെത്രാൻ കായലിൽ ടൂറിസം പദ്ധതിക്കായി 378 ഏക്കറും എറണാകുളം കണയന്നൂരിൽ മെഡിക്കൽ ടൂറിസത്തിനായി 47 ഏക്കറും നികത്താനുള്ള ഉത്തരവ് വലിയ എതിർപ്പിനെ തുടർന്ന് പിൻവലിക്കേണ്ടി വന്നു. അതിൻ്റെ ക്ഷീണം മാറ്റാനാവണം കരുണ എസ്റ്റേറ്റ് കാര്യത്തിൽ തിരിച്ചുപോക്കില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. നെല്ലിയാമ്പതിയിലെ 1 ഡസനോളം തോട്ടങ്ങളുടെ ഉടമസ്ഥ സംബന്ധിച്ച് കേസുകളുണ്ട്. റവന്യൂ വനം വകുപ്പുകളുടെ നടപടികൾക്കെതിരെ വ്യക്തികളും കമ്പനികളും കോടതിയെ സമീപിച്ചു. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ സർക്കാർ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഉത്തരവുകളും ഈ കേസുകളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വകാര്യ താൽപ്പര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നതെന്നതാണ് ഖേദകരം.